ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള തന്റെ പാർട്ടിയുടെ പ്രചാരണത്തിന് ഇവിടെ വടക്കൻ കൊൽക്കത്തയിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു. LPGയുടെ ക്ഷാമത്തിനും മറ്റു പല വിഷയങ്ങൾക്കുമെതിരെ ഇവിടെ നടക്കുന്ന ഈ പ്രതിഷേധ മാർച്ചിന് അവർ നേതൃത്വം നൽകുന്നു. വടക്കൻ കൽക്കട്ടയിൽ നിന്ന് സെൻട്രൽ കൊൽക്കത്ത വരെ നടക്കുന്ന 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാർച്ചാണിത്. അവർ അല്പസമയത്തിനകം നിങ്ങളുടെ ഫ്രെയിമിൽ വരും. അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ മുന്നിലുള്ള ഒരു മാധ്യമ സംഘത്തെ കാണാം. തുടർന്ന് ബംഗാൾ മുഖ്യമന്ത്രിയെയും കാണാം. കൂടാതെ നിങ്ങൾ കാണുന്ന ഈ കയർ ബാരിക്കേഡുകൾക്കുള്ളിലാണ് അവർ ഇവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു ദിവസം കഴിഞ്ഞാണ് ഇത് സംഭവിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബംഗാളിൽ 2 ഘട്ടങ്ങളായുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നിമിഷം തീർച്ചയായും നിങ്ങൾക്ക് ബംഗാൾ മുഖ്യമന്ത്രിയെ കാണാൻ കഴിയും. അവർ അല്പസമയത്തിനകം നിങ്ങളുടെ ഫ്രെയിമിലെത്തും. LPG ക്ഷാമത്തെക്കുറിച്ചുള്ള വിവിധ ബാനറുകളും പ്ലക്കാർഡുകളും ഏന്തി തന്റെ പാർട്ടി പ്രവർത്തകർക്കൊപ്പം ഇവിടെ നടക്കുന്നു. തീർച്ചയായും അവരും നടക്കുകയാണ്. നിങ്ങൾക്ക് അവരെ ഇപ്പോൾ നിങ്ങളുടെ ഫ്രെയിമിൽ കാണാം. ബംഗാൾ മുഖ്യമന്ത്രി നിങ്ങൾ കാണുന്നത് പോലെ ഒറ്റയ്ക്ക് നടക്കുന്നു. അവരുടെ പാർട്ടി പ്രവർത്തകരും മറ്റെല്ലാവരും പിന്നാലെ വരുന്നു. ഇങ്ങനെയാണ് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രിയോടൊപ്പം ഒരുപാട് ആളുകൾ, അവരുടെ അനുയായികളും പാർട്ടി പ്രവർത്തകരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരും മറ്റുള്ളവരും ഉൾപ്പെടെ ധാരാളം ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. മറ്റ് തൃണമൂൽ നേതാക്കളും മറ്റ് പാർട്ടി പ്രവർത്തകരും ഈ ഭാഗത്തു നിന്ന് ഈ 2 കിലോമീറ്റർ നീളമുള്ള മാർച്ചിലേക്ക് പോകുന്നതായി നിങ്ങൾക്കിവിടെ കാണാം. അവരെല്ലാവരും ബാനറുകളും പ്ലക്കാർഡുകളും ഒക്കെ വഹിക്കുന്നുണ്ട്. LPG ക്ഷാമത്തെക്കുറിച്ച് ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് LPGയുടെ ഈ ക്ഷാമം വലിയ രീതിയിൽ ഉന്നയിക്കുക എന്നതായിരിക്കും അവരുടെ മാർച്ചിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമെന്നായിരുന്നു. അതുതന്നെയാണ് അവർ ഇവിടെ ചെയ്തിരിക്കുന്നതും. പുറത്തുനിന്ന് ഈ പ്രതിഷേധ മാർച്ച് മുഴുവൻ കാണുന്നവരെ, ഇവിടെ മാർച്ചിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും വേർതിരിക്കുന്ന ഈ കയറുകൾ നിങ്ങൾക്ക് ഇപ്പോഴും ഇവിടെ കാണാം. മാഡം, നിങ്ങളുടെ പേരെന്താണ്? ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഫരീദ, കൗൺസിലർ 138 കൊൽക്കത്ത മുനിസിപ്പൽ. ഒരു തെരഞ്ഞെടുപ്പ് വിഷയമെന്ന നിലയിൽ ഈ LPG വിഷയം നിങ്ങൾക്ക് എത്രത്തോളം വലുതാണ്? LPG മോദി സർക്കാർ ബംഗാളിനോട് ചെയ്തത് വളരെ തെറ്റായി പോയി. രാജ്യം മുഴുവൻ അനുഭവിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ വില കൂട്ടുന്നതിനെ പറ്റി രാജ്യത്തെ ജനങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കേണ്ടതായിരുന്നു. പിന്നെ സ്റ്റോക്ക് ഇല്ലാതാവും. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ സ്ത്രീകൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. BJP നിങ്ങളുടെ മേൽ മഹാജംഗിൾ രാജിന്റെ ആരോപണം ഉന്നയിക്കുകയാണ്. കട്ട്മണി ഇല്ലാതെ TMC പ്രവർത്തിക്കില്ലെന്നും ബംഗാളിൽ മഹാജംഗിൾ രാജാണെന്നും അവർ പറയുന്നു. താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ഒരാൾ എങ്ങനെയാണോ അവർ മറ്റുള്ളവരെ കുറിച്ചും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അവരുടെ സർക്കാർ എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ ഓൾറെഡി ജംഗിൾ രാജ് നടക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. ബംഗാൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു പീസ്ഫുൾ സ്ഥലമാണ്. കൊൽക്കത്തയും വെസ്റ്റ് ബംഗാളും ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണെന്ന് ലോകമെമ്പാടും അറിയാം. ഇത് അറിഞ്ഞിട്ട് പോലും അവരിങ്ങനെ പറയുകയാണെങ്കിൽ അത് വളരെ നാണക്കേടുള്ള കാര്യമാണ്. വളരെ നന്ദി. ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ള ഈ ആളുകളിൽ ചിലർ. മാഡം, താങ്കളുടെ പേരെന്താണ്? മേഘ ചൗധരി. നിങ്ങൾ TMC സപ്പോർട്ടറാണ്. നിങ്ങൾ റാലി കാണുകയാണ്. അതെ, തീർച്ചയായും ദീദിയുടെ കൂടെയാണ്. ദീദിയുടെ കൂടെയാണ്. ഈ LPGയുടെ വിഷയം നിങ്ങൾക്ക് എത്ര വലിയ വിഷയമാണ്? ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഗ്യാസ് അത്യാവശ്യമാണല്ലോ. ഞങ്ങൾ എപ്പോൾ ഭക്ഷണം ഉണ്ടാക്കും? എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ ഒരു ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകും? സമയം പാലിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ഓഫീസിലേക്കും ഭക്ഷണം കൊടുക്കണം. താമസിക്കും. എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ഇൻഡിപെൻഡന്റ് ആണ്. അവരവരുടെ സമയത്ത് എത്തണം. ഇത് വളരെ ഇതൊരു വിഷയമാണ്. എന്നാൽ ചിലർ ഇതും പറയും, BJP സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടല്ലോ. മാഡം, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? അത് കേന്ദ്രത്തിന്റേത് മാത്രമല്ലല്ലോ. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ദീദി പറയും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല? ഇല്ല. പക്ഷേ ഇതൊരു വലിയ വിഷയമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇതൊരു വലിയ വിഷയമാണ്. ഞങ്ങളെ പോലുള്ളവർക്ക് ഇത് വലിയ വിഷയമാണ്. കാരണം ഗുഡ് നൈറ്റ് മുതൽ ഗുഡ് മോർണിംഗ് വരെ ഞങ്ങളുടെ ദിനചര്യ തുടങ്ങുന്നത് ഗ്യാസിൽ നിന്നാണ്. അപ്പോൾ അതാണ് കാര്യം. ഈ TMC പ്രതിഷേധ മാർച്ചിൽ വലിയ ജനക്കൂട്ടം. തീർച്ചയായും മുഖ്യമന്ത്രി മുന്നോട്ട് പോയിരിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ TMC ബംഗാളിൽ അവരുടെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണ്. LPGയുമായി ബന്ധപ്പെട്ട ഈ വലിയ പ്രതിഷേധ മാർച്ചിലൂടെ തീർച്ചയായും ഇതിനെക്കുറിച്ച് BJPക്കും ഒരുപാട് പറയാനുണ്ടാകും. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മമതാ ബാനർജി പശ്ചിമ ബംഗാളിലെ ജനങ്ങളെ തന്നിമത്തം കഴിപ്പിക്കാൻ ശ്രമിച്ചാൽ പിന്നെ ജനങ്ങൾ എന്ത് കഴിക്കും? മമതാ ബാനർജി ജനങ്ങൾ ഗ്യാസ് കഴിക്കില്ല. പശ്ചിമ ബംഗാളിലെ ആളുകൾക്ക്
രാഷ്ട്രീയ ബോധമുണ്ട്. അവർ വിദ്യാസമ്പന്നരാണ്, വിഡ്ഢികളല്ല. അവർ പാവപ്പെട്ടവരായിരിക്കാം, പക്ഷേ വിഡ്ഢികളല്ല. ഈ രാജ്യത്ത് ഒരു ദുർഘട സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആളുകൾ കൂടെ നിൽക്കും, വിമർശിക്കുകയില്ല. 2 ദിവസത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. തൃണമൂൽ അതിൻ്റെതായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി താരുവിലിറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കൊൽക്കത്തയിൽ TMCയുടെ റാറാലിയാണ് പ്രധാന ശ്രദ്ധാകേന്ദ്രം.